ഇത് അമ്പലത്തിൽ പോയ ദിവസത്തെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാമെന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ റോറോ കയറാൻ പോയിട്ടോ. ഈ ഫുഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും പോകുന്ന വഴി ജസ്റ്റ് അവിടെ ഒന്ന് കയറാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചിയിൽ തന്നെയുള്ളൊരു ഓർഗനൈസേഷനാണ്. അങ്ങനെ റോറോ ഒക്കെ കയറി നമ്മൾ അപ്പുറത്തെത്തി കേട്ടോ. നേരെ അവിടെ ഓർഗനൈസേഷനിലും കയറിയിട്ട് നമ്മൾ സച്ചിനെയൊക്കെ പിക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ പോയത്. ഇവരും നമുക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ഹോം തിയേറ്റർ സച്ചിൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ നെറ്റിയിലേക്ക് കുറി കണ്ടപ്പോൾ അതിൽ ഈ ചെക്കനുള്ള ബഹളമാണ് കേട്ടോ. അങ്ങനെ ചെറിയൊരു ചന്ദനക്കുറി അവനും തൊട്ട് കൊടുത്ത് ഈ ചുവന്നുകൊണ്ട് പോകുന്നതാണ് കേട്ടോ നമുക്കുള്ള ഹോം തിയേറ്റർ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവരെയൊക്കെ കൂടി കണ്ടപ്പോൾ അമ്മി പിന്നെ സ്കൂളിൽ പോകില്ലെന്നും പറഞ്ഞ് കിടപ്പായി. അപ്പം പിന്നെ എല്ലാവരും ഇത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നേച്ചേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മി ഉറങ്ങിപ്പോയി. ഈ ചെറുത് നമ്മളായിട്ട് നല്ല കളിയിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവനായിട്ട് കളിച്ചണ്ടൊക്കെ ഇരുന്നപ്പം മേഘയും സച്ചിനും കൂടി പോയിട്ട് ഈ ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നേ. നമുക്ക് നൈറ്റ് ഫുഡ് വെക്കാൻ എല്ലാവർക്കും കൂടാന്നാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നേച്ചത്. ഈ സമയം ഇപ്പം അമ്മി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവനെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് രാത്രിത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. ബിരിയാണി വെക്കാമെന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത്. അങ്ങനെ ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ. എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.